ഹലോ ഡിയേഴ്സ്. വിടെക് സോഫ്റ്റ്വെയർ ഫേമിന്റെ MD ഐസക് ജോണിനെ കമ്പനി വാഷ്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. എംപ്ലോയീസ് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് ASP സന്ദീപ് കൃഷ്ണ, നമ്മുടെ രഞ്ജിത്ത് സഞ്ജീവ് അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം സ്പോട്ടിലെത്തുന്നു. ഒപ്പം കീഴുദ്യോഗസ്ഥരെങ്കിലും സർവീസിൽ തന്നേക്കാൾ സീനിയറായ അലൻസിയർ ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രങ്ങൾ. മറ്റെല്ലാവരും ഇതൊരു സ്വാഭാവികമായ അപകട മരണമെന്ന് കാണുമ്പോൾ നമ്മളുടെ ASPക്ക് മാത്രം എന്തോ ഒരു സംശയം. പ്രവീൺ വിശ്വനാഥ് എഴുതി സംജാത് സംവിധാനം ചെയ്തിരിക്കുന്ന ഗോള. നമ്മൾ കണ്ടിട്ടുള്ള മെജോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സും ആര്, എന്തിന് എന്നൊക്കെയുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും തിരയുന്നത്. ഗോളം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഹൗ അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം തേടുന്നതിലാണ്. രഞ്ജിത്ത് സഞ്ജീവ് ASP ഏറെക്കുറെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈസ് റഫ്, ടഫ് ആൻഡ് ഹാസ് എ വെൽ ബിൽഡ് ബോഡി. ഒരു ചെറിയൊരു പ്രശ്നം പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഡയലോഗ് ഡെലിവറിയിലാണ് ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് തോന്നുന്നു. അത് അവിടങ്ങളിലൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ പുള്ളിയുടെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ കുറച്ച് ഡിമിനിഷിങ് ആവുന്ന പോലെ തോന്നി. ഇപ്പോൾ എസ്പെഷ്യലി അലൻസിയർ അല്ലെങ്കിൽ സിദ്ദിഖ് ആയിട്ടുള്ള സീൻസിലൊക്കെ പുള്ളി കുറച്ച് ഡിമിനിഷിങ് ആയി പോകുന്ന പോലെ തോന്നി ആ ഒരു പ്രസൻസ്. ഫസ്റ്റ് ഹാഫ് വിടെക് സോഫ്റ്റ്വെയർ ഫേംസിനെ കേന്ദ്രീകരിച്ച് തന്നെ തുടങ്ങുന്നു. എംപ്ലോയീസ്, അവിടെ MD, ആ ഒരു കഥാന്തരീക്ഷമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തും. നമ്മളുടെ ASP വളരെ മിടുക്കനായതുകൊണ്ടായിരിക്കണം പുള്ളി വളരെ പെട്ടെന്ന് തന്നെ ഒരു ലിങ്കിൽ നിന്ന് മറ്റൊരു ലിങ്കിലേക്കുള്ള കണക്ഷൻ കണ്ടെത്തുന്നു. പെട്ടെന്ന് എന്ത്, എവിടെ, എങ്ങനെ, ആര് എന്നൊക്കെയുള്ള കൺക്ലൂഷനിലേക്ക് പെട്ടെന്ന് പുള്ളിക്ക് എത്താൻ സാധിക്കുന്നു. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ടഫാക്കാമായിരുന്നു എന്ന് തോന്നി. എങ്കിലും ASP ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ദിസ് ഈസ് ബിഗ് ആൻഡ് അൺയൂഷ്വൽ. സിദ്ദിഖ് ഇതിലെ ഒരു ഡോക്ടറിന്റെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ആസ് യൂഷ്വൽ പുള്ളി ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തു വെച്ചു വന്നു. പുള്ളിക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ നിസ്സാരവും വളരെ എളുപ്പത്തിലും വളരെ ഈസി ആയിട്ടും പുള്ളി ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്. പുള്ളിയുടെ വക ചെറിയൊരു നറേഷനൊക്കെ ഇടയ്ക്കുണ്ട്. അതൊക്കെ വളരെ സൂപ്പറായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചു പോയിട്ടുണ്ട്. പിന്നെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു IT കമ്പനിയുടെ പ്രിമൈസ് ആണ് കഥയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറേയേറെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അവരവരുടെ ഭാഗം ഡീസന്റ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ തോന്നുന്നു. സെക്കൻഡ് ഹാഫ് നേരത്തെ പറഞ്ഞതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിലാണ്. അപ്പം എങ്ങനെ എന്നുള്ള ഉത്തരമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സംവിധായകൻ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെ ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടും വളരെ ഗ്രിപ്പിംഗ് ആയിട്ടും വളരെ എൻഗേജിങ് ആയിട്ടും അത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് മഹേഷ് ഭൂനൻ, ഇതിന്റെ എഡിറ്റർ. ഇതിന്റെ എഡിറ്റിംഗ് വളരെ ഷാർപ്പായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ഫീൽ ചെയ്തു. ആ ഒരു ഏരിയയൊക്കെ ഗംഭീരമായിട്ട് വന്നതായിട്ട് തന്നെ തോന്നുന്നു. ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ വിജയ്. ഈ സിനിമയിലെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ റൺ ടൈം ആണ്. കാരണം ഈ സിനിമയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ സൃഷ്ടാക്കൾ സത്യത്തിൽ ഒന്ന് ഓവറാക്കി ചെലവാക്കാനായിട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ്. പിന്നെ കാസ്റ്റിംഗിൽ പറയാൻ വിട്ടുപോയത് സണ്ണി വെയിൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ സിനിമ തീരുമ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ പല സിനിമകളെയും പോലെ ഈ സിനിമയും ഒരു സീക്വലിനുള്ള ചാൻസസ് കാണിച്ചിട്ടാണ് പോകുന്നത്. മേ ബി ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെങ്കിൽ അതിൽ കുറച്ചുകൂടെ പ്രൊമിനന്റ് ആയ ഒരു റോളിലേക്ക് വരുന്ന ആള് സണ്ണി വെയിൻ ആയിരിക്കണം. ദിലീഷ് പോത്തന്റെ കഥാപാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് പുള്ളിയുടെ പല സിനിമകളിലും കാണുന്ന കഥാപാത്രത്തിന്റെ എല്ലാം വിധി ഒന്ന് തന്നെയായിരിക്കും. അത് ഈ സിനിമയിലും വ്യത്യസ്തമല്ല. ഗോളം സത്യത്തിൽ ഡീസന്റ് ആയിട്ടുള്ള കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള 2 മണിക്കൂർ മാത്രമുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ്. പോയി കാണുക. താങ്ക് യു.